അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖബറിൽ വീണ ഒരു ഇഷ്ടികയിലൂടെ പുറംലോകം അറിഞ്ഞ ആ രഹസ്യം താബിഈ പണ്ഡിതൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനുള്ളിലെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. മഹാപണ്ഡിതനായ താബിഈയായ വലിയ സൂഫി വര്യനായ സാബിത്ത് ബിനു അസദുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മഹാനവറുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ മഹാനവറുകൾ ആകെ ബേജാറായി. മഹാനവറുകളുടെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ തോന്നാറുണ്ട് എന്ന് മഹാൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ന അഹ്ല ദിക്രി യജ്ലിസൂന ലിദ്ദിക്രി വഅലൈഹിം മിനദ് ദുനൂബി അംസാലുൽ ജിബാൽ. ഏതൊരു മനുഷ്യനും പർവ്വത സമാനമായി തെറ്റുകൾ ചെയ്ത് ദിക്ർ മജ്ലിസിലേക്ക് വന്നാൽ ഫയഖൂമൂന വലൈസ അലൈഹി ദംബും വാഹിദുൻ, ആ ദിക്ർ മജ്ലിസ് കഴിഞ്ഞ് അത് എഴുന്നേൽക്കുമ്പോഴേക്കും ആ മനുഷ്യൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു പോയിട്ടുണ്ടാവുമെന്ന് മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല മഹാനവറുടെ ജീവിതത്തിൽ അദ്ദേഹം 50 കൊല്ലം രാത്രി മുഴുവനായി നിന്ന് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ച് അത്താഴ സമയമാകുന്ന സമയത്ത് അദ്ദേഹം റബ്ബിൻ്റെ മുമ്പിൽ ഇരു കരങ്ങളും ഉയർത്തി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ മിൻ ഖൽഖിക സ്വലാ ഫീ ഖബ്രിഹി ഫഅഅതിനിഹാ. ഈ ദുആ പതിവായി മഹാനവറുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ നീ ആർക്കെങ്കിലും ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകുകയാണെങ്കിൽ അതെനിക്ക് നൽകണേ എന്ന് മഹാനവറുകൾ എല്ലാ ദിവസവും അത്താഴ സമയത്ത് ദുആ ചെയ്യാറുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ ഉസ്താദ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഉസ്താദിനെ നല്ലോണം ബഹുമാനിക്കുന്ന ആളായിരുന്നു. 40 കൊല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്നും ഇൽമു പഠിച്ച മഹാനാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കണ്ടാൽ അവിടുന്ന് കൈ പിടിച്ച് മുത്തും. എന്നിട്ട് പറയും, ഈ കൈ റസൂലുള്ള പിടിച്ച കൈയാണ്. ഒരിക്കൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വരുമ്പോൾ അവിടെ ശിഷ്യനായ സാബിത്തുൽ ബുനാനി തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദായ അനസ് ബിൻ മാലിക് തങ്ങൾ ഒരു ആപ്പിള് തൻ്റെ ശിഷ്യനായ സാബിത്തുൽ ബുനാനി തങ്ങൾ കൊടുത്തു. മഹാനവറുകൾ അത് നിറകണ്ണുകളോടെ സ്വീകരിച്ചു. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഈ ആപ്പിൾ എനിക്ക് കഴിക്കാനുള്ളതല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ സ്പർശിച്ച ആപ്പിളാണ്, അതുകൊണ്ട് ഇത് മുത്താനുള്ളതാണ്, ഇത് കഴിക്കാനുള്ളതല്ല, ബറക്കത്തിന് വേണ്ടി മഹാനവറുകൾ സൂക്ഷിച്ചു എന്നാണ്. അത്രയും അധികം റസൂലുള്ളാഹിനോട് മഹബത്ത് വെച്ച് ഉസ്താദുമാരെ ആദരിച്ച് ബഹുമാനിച്ച വലിയ മഹാനായിരുന്നു. ആ മഹാനാണ് എല്ലാ രാത്രിയിലും 50 വർഷം തുടർച്ചയായി രാത്രി മുഴുവനും നിസ്കാരത്തിൽ അത്താഴ സമയമാകുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ, നീ ഖബറിൽ നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ തൗഫീഖ് കൊടുക്കുകയാണെങ്കിൽ അത് എനിക്ക് തരണം റബ്ബേ. അങ്ങനെ മഹാനവറുകൾ വഫാത്തായി മഹാനവറുടെ ജനാസ മറമാടാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ജനങ്ങളെല്ലാവരും ചുറ്റും നിന്ന് മഹാനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. മഹാന്റെ മുകളിൽ മൂടുകല്ലാകുന്ന ഇഷ്ടിക ഓരോന്ന് വെച്ചു. അവസാനത്തെ ഇഷ്ടിക വെക്കുന്ന സമയത്ത് ആ ഖബറിൽ ഇഷ്ടിക വെക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ആ ഇഷ്ടിക ഖബറിലേക്ക് വീണപ്പോൾ മഹാന്റെ ഖബറിലേക്ക് ഈ മനുഷ്യൻ ഒന്ന് തല താഴ്ത്തി ഖബറിൽ നിന്ന് ഇഷ്ടിക എടുക്കാൻ വേണ്ടി ഖബറിലേക്ക് നോക്കുന്ന സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, ആ ഖബറിൽ വെച്ചുകൊണ്ട് മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതാണ് അയാൾ കണ്ടത്. അല്ലാഹു തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു നോക്കണം. ഖബറടക്കി പൂർത്തിയായിട്ടില്ല, അപ്പോഴേക്കും മഹാൻ അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അത്രയും വലിയ മഹാനായിരുന്നു. മാത്രമല്ല മഹാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, 20 കൊല്ലം ഞാൻ എൻ്റെ ശരീരത്തെ പരിശീലിപ്പിച്ച് ബുദ്ധിമുട്ടി ഞാൻ എൻ്റെ ശരീരത്തെ നിസ്കാരത്തിലേക്ക് വഴക്കിയെടുത്തു. 20 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള 20 വർഷം ഞാൻ ആ നിസ്കാരം കൊണ്ട് ആനന്ദിക്കുകയായിരുന്നു. പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നിസ്കാരം എൻ്റെ ആനന്ദമായി മാറി. പിന്നെ പുറം ലോകം എനിക്കറിയില്ല. നിസ്കാരത്തിന് മുഴുകി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം തന്നെ വലിയൊരു ആനന്ദമായി നിസ്കരിച്ചു എന്ന് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ പിന്നീട് ജനങ്ങൾ മഹാന്റെ ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിൽ നിന്നും ഖുർആൻ കാനന്നാസു യസ്മഊന മിൻ ഖബ്രിഹി തിലാവത്തുൽ ഖുർആൻ, മഹാന്റെ ഖബറിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കേൾക്കാറുണ്ടായിരുന്നു. അത്രയും വലിയ മഹാനാണ്. ഖബറിൽ നിസ്കരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു മഹാന്. അല്ലാഹു തആല അത് മഹാന് നിറവേറ്റി കൊടുത്തു. ഖബറുള്ള നിസ്കാരം കൂലി കിട്ടാൻ വേണ്ടിയുള്ള നിസ്കാരമല്ല, ദുനിയാവിലാണ് സൽക്കർമ്മത്തിന് കൂലിയുള്ളത്.
ദുനിയാവ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ സൽക്കർമ്മത്തിൽ കൂലില്ല. അപ്പൊ മഹാന് പ്രതിഫലം കിട്ടാനുള്ള നിസ്കാരമല്ല, മറിച്ച് റബ്ബിനോടുള്ള വിധേയത്വവും നിസ്കാരത്തിൽ മഹാനവറുകൾ കിട്ടിയ ആനന്ദവും. എത്ര വലിയ ആനന്ദമാണ്! ഇതൊക്കെ വലിയ മഹത്വം തൗഫീഖുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ നിസ്കാരങ്ങൾ നിലനിർത്തി റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.